നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നോമ്പ് ഓൾറെഡി സ്റ്റാർട്ടഡ് അല്ലേ? അതിനുവേണ്ടി ഡയറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ റിക്വസ്റ്റാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം ത്രൂ നമ്മുടെ കമൻറ്റുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു കണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോമ്പ് സമയത്ത് ഡയറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കമൻറ്റും വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നിങ്ങൾ തന്നെ റിപ്ലൈ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നോമ്പെന്ന് പറയുന്നത് അൺഹെൽതി ഫുഡ് എടുക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ട് എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വിത്ത് ലോഡ്സ് ഓഫ് റെസ്പെക്റ്റ്. ഞാനും എടുക്കും നോമ്പ്. എല്ലാ വർഷവും 2 നോമ്പ് ഞാൻ പിടിക്കാറുണ്ട്. ഈ വർഷം എടുക്കും. സോ എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് വീഡിയോ എന്ന് വിചാരിച്ചാൽ മതി. സോ ഹെൽത്തി ആയിട്ട് നമുക്കതെങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം ഈ സമയത്ത് 2 ഭക്ഷണമാണ്. ഒന്ന് രാവിലെ ഏർലി മോർണിംഗ് ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ എടുക്കുന്നതും ഈവനിങ് ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നതും. ഈ 2 ഭക്ഷണങ്ങളായിട്ടാണ് ഞാനിതിനെ തരംതിരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ നിയമങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അതൊക്കെ എങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്തേക്കുക. ഞാൻ ഹെൽത്തി ഫുഡ് എങ്ങനെ എടുക്കും എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നമ്മൾ എപ്പോഴും നോമ്പെടുക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതെയാണല്ലോ ചെയ്യുന്നത്. സോ നമ്മൾ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഞാൻ പറയുന്നത് നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇനഫ് വാട്ടർ കുടിച്ചിരിക്കണം. ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന, കൂടുതൽ ഹൈഡ്രേറ്റഡ് ആക്കുന്ന കൈൻഡ് ഓഫ് ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. എന്നാൽ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാൻ പാടില്ല. ഫൈബർ റിച്ച് ആയിരിക്കണം നമ്മുടെ ഡയറ്റ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. സോ അൽസേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മോർണിംഗ് നിങ്ങൾക്ക് വെജിറ്റബിൾ ഫ്രൂട്ട് സ്മൂത്തീസ് നല്ലൊരു ഓപ്ഷനാണ്. പലരും പറയും രാവിലെ എണീറ്റുടനെ നമുക്ക് ഇതുപോലെ ഡയറ്റിലായിട്ടൊന്നും കഴിക്കാൻ സാധിക്കില്ല. ഞാൻ ഷോർട്സിൽ ഇൻക്ലൂഡ് വെജിറ്റബിൾ സ്മൂത്തീസ് നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കട്ടെ. എഗ് കഴിക്കാൻ ശ്രമിക്കണം. ഷോർട്സ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് കഴിക്കരുത്. സോക്ക് ചെയ്ത് വെച്ചിട്ട് മാത്രം കഴിക്കുക. കാരണം വെള്ളം കുടിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഫോർമേഷന് സാധ്യത ഉണ്ട് സോക്ക് ചെയ്യാതെ നട്ട്സ് കഴിച്ചാൽ. ഓക്കെ, ഓട്സ് റാഗി ഉപയോഗിച്ചുകൊണ്ട് സൂപ്പ് കഴിക്കുന്നത് രാവിലെ നല്ലൊരു ഓപ്ഷനാണ്. അത് റാഗി എന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സോ റാഗി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വിശക്കാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ വെജ് ഫ്രൂട്ട് സാലഡ് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത്രയും ഓപ്ഷൻസ് പറഞ്ഞില്ലേ, ഇത് തന്നെ നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുക. ഇതിലേത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. സ്മൂത്തീസ്, എഗ്ഗ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ഓട്സ് റാഗി സൂപ്പ്, വെജ് ഫ്രൂട്ട് സാലഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനഫ് ഫില്ലിംഗ് തരുന്ന രീതിയിലും ബോഡിയെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്ന രീതിയിലും ഇത് ഭക്ഷണം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എഗ്ഗ് മാത്രമായിട്ട് കഴിക്കരുത്, നട്ട്സ് മാത്രമായിട്ട് കഴിക്കരുത്. സ്മൂത്തീസും എഗ്ഗും കൂടി എടുക്കുക. സ്മൂത്തിയും എഗ്ഗും കൂടി എടുക്കുക. സ്മൂത്തിയും നട്ട്സും കൂടി എടുക്കുക. സൂപ്പും നട്ട്സും കൂടി എടുക്കുക. വെജ് ഫ്രൂട്ട് സാലഡും എഗ്ഗും കൂടി എടുക്കുക. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയബറ്റിക് പേഷ്യൻസിനോ രോഗികൾക്കോ ഞാനിവിടെ ഡയറ്റ് പറയാറില്ല കേട്ടോ. ദിസ് ഇസ് നോട്ട് ഫോർ ദം. ഓക്കെ, പിന്നെ ഗൈസ്, ഞാനൊരു പാലക്കാട്ടുകാരിയാണ്. പട്ടാമ്പിയാണ് എൻ്റെ സ്വദേശം. അതുകൊണ്ട് തന്നെ ചില പട്ടാമ്പിക്കാർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മളൊക്കെ നോമ്പറക്കൽ എന്ന് വളരെ കാഷ്വലായിട്ട് പറയുന്നൊരു കാര്യമാണ്. നോമ്പറക്കാൻ പോവുക എന്നാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പറയാം. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് ഒരുപാട് തവണ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ നോമ്പ് തുറക്കൽ തന്നെ. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഡയറ്റ് മിസ്റ്റേക്കുകൾ ചെയ്യുന്നത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തെപ്പറ്റി നമുക്ക് ഒരു ചിന്തയില്ല. എന്ത് ഭക്ഷണം കിട്ടിയാലും നമ്മൾ ആ സമയത്ത് കഴിക്കും. അവിടെയാണ് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ബോഡിയിലോട്ട് ലോഡ്സ് ഓഫ് വാട്ടർ കൊടുക്കുമ്പോൾ സ്പോഞ്ചിൽ വെള്ളം നിറച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മൾ ശ്രദ്ധിച്ച നമ്മുടെ ബോഡീനെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്പോഞ്ചാണെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ കൊണ്ടിടുക. അപ്പോൾ ആ സ്പോഞ്ചിന് എന്ത് സംഭവിക്കും? സ്പോഞ്ച് കുറേ വെള്ളം കുടിക്കില്ലേ, അതിൻ്റെ വെയിറ്റ് കൂടില്ലേ? അത് തന്നെ നമ്മുടെ ബോഡിയിൽ നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുമ്പോൾ സംഭവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പെട്ടെന്ന് പറയില്ലേ, നമ്മൾ കുറച്ച് വെയിറ്റ് ഗെയിൻ സംഭവിച്ച പോലെയാണ് നോമ്പെടുത്തതിന് ശേഷം തോന്നുക. അതിനൊരു കാരണം ഇതുകൂടി ആവാം. ഇത് മാത്രമാണെന്നല്ല പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഓവർ ഫ്രൈഡ് ഐറ്റംസ്, ഓവർ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓവർ കാർബോഹൈഡ്രേറ്റ്സ്, അതും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, നിറയെ ചോറ്, നിറയെ നെയ്ച്ചോറ്, നിറയെ അങ്ങനത്തെ കൈൻഡ് ഓഫ് മൈദയിലുണ്ടാക്കിയ പൊറോട്ട ഐറ്റംസ്, അതൊക്കെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് നിറച്ച് കഴിക്കും.
ആക്ച്വലി നമ്മൾ കഴിക്കേണ്ടത് ആട്ട, അതും നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത ആട്ടയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ആട്ട വാങ്ങിച്ച് പൊടിച്ചെടുക്കുമ്പോഴാണ് അതിൽ കൂടുതൽ ഓവർ പ്രോസസ്ഡ് ആവാതെ, അല്ലെങ്കിൽ മൈദയോട് സിമിലർ ആയിട്ടാണ് ഇപ്പോൾ ആട്ട വരുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഗ്ലൂട്ടൻ കണ്ടൻറ് ഉണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ ആട്ട എന്ന് പറയുന്നത് ബ്രൗൺ കളറിൽ തന്നെ ആയിരിക്കണം, വെള്ള കളറിലോട്ട് മാറിയേക്കരുത്. വൈറ്റ്സ് ആർ നോട്ട് ഗുഡ്. എല്ലാ വൈറ്റ് സാധനങ്ങളും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അത് നമ്മുടെ ബോഡിക്ക് ഓക്കെ അല്ല. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിലെ പ്രധാനി ഓഫ് കോഴ്സ് റാഗിയാണ്. നമുക്ക് ഓട്സ് എടുക്കാം, സ്റ്റീൽ കട്ട് ഓട്സോ റോൾഡ് ഓട്സോ ആണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്നതാണ് കിൻവ, നല്ലൊരു ഓപ്ഷനാണ്. ലാപ്സി ഗോതമ്പ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്രൗൺ കളറോട് കൂടി തന്നെയുള്ള ലാപ്സി റവ നല്ലൊരു ഓപ്ഷനാണ്, വേവിച്ച് കഴിക്കാവുന്നതാണ്. ഈടായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ എന്തൊക്കെ കഴിക്കാം? നമുക്ക് ചിക്കൻ കറി എടുക്കാം, ഫിഷ് കറി എടുക്കാം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വേറെ കറികൾ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ സോയാ ബീൻസ് കൊണ്ടുള്ള കറി എടുക്കാം, സോയ ചങ്ക്സ് കൊണ്ടുള്ള കറി എടുക്കാം, പനീർ കറി എടുക്കാം, ടോഫു വെച്ചിട്ട് കറി ഉണ്ടാക്കാം. പനീറിൻ്റെ തന്നെയാണ് പനീർ പോലെ തന്നെ നമ്മൾ സോയയിൽ നിന്നുണ്ടാക്കുന്നതാണ് ടോഫു വെച്ചിട്ട് നിങ്ങൾക്ക് കറി ഉണ്ടാക്കാം, ലോഡ്സ് ഓഫ് പ്രോട്ടീനാണ്. എഗ്ഗ് വെച്ചിട്ട് കറി ഉണ്ടാക്കാം, എഗ് കറി കൂട്ടി കഴിക്കാം. അതിൻ്റെ കൂടെ സൈഡായിട്ട് എന്തൊക്കെ കഴിക്കണം? സാലഡ്സ് കഴിക്കാം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ദിവസേന ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചെടുക്കൂ. മുരിങ്ങയില എടുക്കാം, സ്പിനച്ച് എടുക്കാം. സ്പിനച്ച് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരുടെ മലയാളം ഞാൻ ജസ്റ്റ് മറന്നുപോയി, ഓർമ്മ ഉണ്ടായിരുന്നു, ജസ്റ്റ് മറന്നുപോയി. സ്പിനച്ച് എടുക്കാം. നമ്മുടെ സാധാരണ തൊടിയിൽ കാണുന്ന ഏത് ചീര വേണമെങ്കിലും ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചിട്ടെടുക്കാം. ദിവസേന വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് മറക്കാതിരിക്കുക. എന്നും വെയിറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് കൺട്രോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതൊരിക്കലും നോമ്പിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയരുത്, പക്ഷേ ദിവസേന വെയിറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾഡ് ഫുഡ് എടുക്കാനുള്ളൊരു മോട്ടിവേഷൻ ആവും. ലെമൺ വാട്ടർ കുടിക്കുന്നതൊക്കെ കസ്റ്റമിൻ്റെ ഭാഗമാണ്, നിയമങ്ങളുടെ ഭാഗമാണെങ്കിൽ എനിക്കതിനെപ്പറ്റി ഒരു അഭിപ്രായവും പറയാനില്ല. പക്ഷേ ഭയങ്കരമായിട്ട് അസിഡിറ്റി ഇഷ്യൂ ഉള്ളവരൊക്കെ എംപ്റ്റി സ്റ്റൊമക്കിൽ ലെമൺ എടുക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ അഡ്വൈസ് ചോദിക്കുക. ഓക്കെ, ആസിഡിറ്റി ഉണ്ടെങ്കിൽ ആ എംപ്റ്റി ആയിട്ട് കിടക്കുന്ന സ്റ്റൊമക്കിലോട്ട് നമ്മൾ വീണ്ടും ആസിഡ് ഫില്ല് ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി കെയർഫുൾ. ഓക്കെ, ഫ്രഷ് ജ്യൂസ് എടുക്കുന്നത് ഒരു പരിധി വരെ നല്ലതാണ്, പക്ഷേ എന്നും ഫ്രഷ് ജ്യൂസ് കുടിക്കുന്നതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതും ഷുഗർ ഹൈപ്പ് തന്നെയാണ് നമുക്ക് തരുന്നത്. പിന്നെ ഡേറ്റ്സ് എടുക്കുന്നതൊക്കെ നിയമത്തിൻ്റെ ഭാഗമാണെങ്കിൽ അതെല്ലാം ഓക്കെയാണ്. എന്താണോ നിയമം പറയുന്നത് അത് തന്നെ ഫോളോ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നോമ്പ് തുറന്നതിന് ശേഷം ഒരുപാട് ജ്യൂസ് കുടിക്കുന്ന സ്വഭാവമുണ്ട് ഷുഗർ ഇട്ടിട്ട് എങ്കിൽ അത് മാത്രം മതി നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ തരാൻ. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഷുഗർ ഇട്ടിട്ട് ഒരു ഡ്രിങ്കും എടുക്കരുത് നിങ്ങൾ വെയിറ്റ് റിഡക്ഷന് ശ്രമിക്കുന്നവരാണെങ്കിൽ. ഓക്കെ, ഏതൊക്കെ ജ്യൂസാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ ജ്യൂസിലും ഷുഗറുണ്ട്. ഏത് ജ്യൂസ് എടുത്ത് നോക്കിയാലും അതിലൊക്കെ ഷുഗറുണ്ട്. ഓക്കെ, നാച്ചുറൽ ഷുഗർ ആണെങ്കിലും ഷുഗറാണ്. ബട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ജ്യൂസസ് ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് എനർജി റീഫിൽ ചെയ്യുന്നതിന് ഓറഞ്ച് ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും എടുക്കുന്നത് നല്ലതാണ്. റെഗുലർലി അല്ല, എന്നുമല്ല. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുടിക്കാനൊരു ഓപ്ഷൻ വരുവാണെങ്കിൽ, അങ്ങനെ തോന്നുവാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നതും വാട്ടർമെലൺ ജ്യൂസ് എടുക്കുന്നതും നല്ലതാണ്. രണ്ടിനും ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ തന്നെയാണ്. ബട്ട് പെട്ടെന്ന് നമുക്ക് തളർച്ചയൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു എനർജി റീഫില്ലിങ്ങിന് അത് രണ്ടും വളരെ നല്ലതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബർ, പ്രോട്ടീൻ, ഓക്കെ, ആൻഡ് ഹെൽത്തി ഫാറ്റ്, ഈ 4 കാര്യങ്ങളും ഒരു ദിവസം ഡയറ്റിൽ വന്നിരിക്കണം. ഇതിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഫുഡുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. പ്രോട്ടീന് വേണ്ടിയിട്ടാണ് ഞാൻ ഫിഷ്, ചിക്കൻ, ടോഫു, പനീർ, സോയ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടത്. ഇനി ഫൈബറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രഷ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് അതർ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ഹെൽത്തി ഫാറ്റ് എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തതെന്നല്ലേ ചോദിക്കാൻ പോകുന്നത്. നമുക്ക് ഹെൽത്തി ഫാറ്റ് കിട്ടുന്നതിന് എഗ്ഗ് കഴിക്കാം, അതേപോലെ തന്നെ നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻക്ലൂഡ് ചെയ്യാം. സോ ഹെൽത്തി നട്ട്സ് ചൂസ് ചെയ്ത് കഴിക്കുക. നട്ട്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാം പോകാൻ സാധ്യത കാഷ്യൂയിലോട്ടാണ്. കാഷ്യൂ ഹെൽത്തി നട്ടാണെങ്കിൽ കൂടി അതിന് ഹൈ കാലറിയാണ്. സോ ഓപ്റ്റ് അനദർ healthy nuts like badam, healthy seeds like pumpkin seeds, sunflower seeds തുടങ്ങിയ സീഡ്സും നട്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതർ നട്ട്സിനെ ഇടയ്ക്കൊരു ഓപ്ഷനായി എടുത്തതുകൊണ്ട് പ്രശ്നമില്ല.
പക്ഷേ നമ്പറാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് കഴിച്ചു എന്ന് പറയരുത്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് നട്ട്സ് എടുക്കുമ്പോൾ അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, ഞാൻ ഇത്ര നട്ട്സ് എടുത്തു, അതിൻ്റെ കാലറി എത്രയാണെന്ന്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, സോ പറയാനുള്ളതെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുന്നത് മുടക്കാതിരിക്കുക, സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കട്ടെ. ഇനി ഇത് ക്ലാസ്സായിട്ട്, ഇത് നേരിട്ട് പറഞ്ഞു തന്നുകൊണ്ട് ക്ലാസ്സായിട്ട് ഞാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പിൻ്റെ സമയത്തും പ്രൈവറ്റ് ക്ലാസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്ന ഐഡിയിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇത് ആവശ്യമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും, ഈ വീഡിയോയുടെ ആവശ്യമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ കണ്ടൻറ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്കെങ്കിലും ഇത് ആവശ്യമില്ലാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ വാച്ച് ചെയ്യാതിരിക്കുക. സോ സിമ്പിൾ ആൻഡ് ഈസി. താങ്ക് യു, ലവ് യു, ഉമ്മ. കെട്ടിപ്പിടിച്ചുമ്മ കാണാട്ടാ.